ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് ക്യാരറ്റ് കൊണ്ടൊരു ലഡുവാണ്. അതിന് വേണ്ടി നമുക്ക് ഒരു 1.5 സ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കശുവണ്ടി ഇട്ട് കൊടുക്കാം. കശുവണ്ടിയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. കിസ്മിസൊക്കെ ഒന്ന് ബൗളിലായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. കശുവണ്ടി മുന്തിരിയൊക്കെ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് നമ്മൾ നല്ല നൈസായിട്ട് മധുരക്കിഴങ്ങ് ചീകി എടുത്തതാണ്. ഇത് നമുക്ക് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ വഴന്ന് വരണം. ഇതിൻ്റെ കൂടെ ക്യാരറ്റും കൂടി ഇട്ട് ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. മധുരക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൊടുക്കുക. ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും, കാരണം കട്ട പിടിക്കാതിരിക്കാനാണത്. എന്നിട്ടൊന്ന് അടിയൊക്കെ ഒന്ന് മറിച്ചിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 3 മിനിറ്റെങ്കിലും വേവിക്കാം. മധുരക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ചെറിയൊരു ബൗളിന് ഒരു 1/4 പാത്രം പഞ്ചസാര നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ഒക്കെ നല്ലപോലെ അലന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂണ് കോൺഫ്ലവർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. 1.5 സ്പൂണ് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. അതൊരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്കപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഇതുപോലെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഉടഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കിസ്മസും അണ്ടിപ്പരിപ്പും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ യോജിപ്പിച്ച് ചൂടാറിയതിന് ശേഷം നമുക്ക് ചെറുതായി ഉരുട്ടിയെടുക്കാം. ഇത് നല്ലപോലെ ചൂടാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ ഉരുളകളായി ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എടുത്ത് ഓരോന്നിങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇതേപോലെ എല്ലാവരും ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ മധുരക്കിഴങ്ങ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.